Hi friends, welcome back to Haja Corner. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി കസ്റ്റാർഡ് ഡിലൈറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണിത്. വിപ്പിംഗ് ക്രീമും ബിസ്ക്കറ്റും കസ്റ്റാർഡും വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. മേരിഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ക്രീം ബിസ്ക്കറ്റ് അല്ലാതെ പ്ലെയിൻ ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു കോഫി മിക്സ്ചർ ഒഴിക്കുകയാണ്. വേറൊന്നുമല്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കുറച്ച് ചൂടുവെള്ളവും കുറച്ച് പഞ്ചസാരയും ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വെറും ചൂടുവെള്ളമോ അല്ലെങ്കിൽ പാലോ അങ്ങനെ എന്തെങ്കിലും ഒഴിക്കാം. ബിസ്ക്കറ്റ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി മാത്രമാണ്. ഇനി അടുത്തതായിട്ട് ഇതിന് മുകളിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് സെറ്റ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം വീട്ടിൽ തന്നെ എങ്ങനെയാണ് റെഡിയാക്കുന്നുള്ള വീഡിയോ ആണ് ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കാണാത്തവർ എന്തായാലും അതും കൂടെ കാണാം. വിപ്പിംഗ് ക്രീം കയ്യിലില്ലാത്തവർ ആ രീതിയിൽ ഉണ്ടാക്കി നോക്കി ഈ ഡെസേർട്ടും കൂടെ എന്തായാലും ട്രൈ ചെയ്യാം. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് റെഡിയാക്കാം. ഞാനിപ്പോൾ കുറച്ച് പാലിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പാലിന് അങ്ങനെ അളവൊന്നുമില്ല. ഞാൻ മൊത്തം കസ്റ്റാർഡ് ചെയ്യുന്നത് 500 ml പാലിലാണ്. അതിൽ നിന്ന് തന്നെയാണ് കുറച്ച് ഇതിലേക്ക് മാറ്റി വെച്ചത്. ഇത് കട്ടയെന്നുള്ളത് നന്നായി ഇളക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി പാല് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുവാണ്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തെടുക്കുകയാണ്. 7 ടീസ്പൂണാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം, പക്ഷേ 7 ടീസ്പൂണൊക്കെ മതിയാവും തോന്നുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ്ചറും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. സാധാരണ കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കുമ്പോൾ ചെറിയൊരു യെല്ലോ കളർ ഉണ്ടാവും. ഇതിപ്പോൾ വെള്ള കളർ വേറൊന്നുമല്ല. ഞാൻ കസ്റ്റാർഡ് പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഫുഡ് കളർ ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. അതെങ്ങനെയാണ് ചെയ്യുള്ളതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർ അത് നോക്കിയിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോൾ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചത് പുറത്തേക്ക് എടുത്തു. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ബിസ്ക്കറ്റാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്ത മേരിഗോൾഡ് ബിസ്ക്കറ്റ് തന്നെയാണ്. ഇത് പൊടിച്ചിട്ടും വേണമെങ്കിൽ ചേർക്കാം. എന്നാലും ഇതിങ്ങനെ ചേർക്കുമ്പോൾ അത് ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ്ചർ ഇപ്പോൾ ഉണ്ടാക്കിയല്ലോ, അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂറായി ഞാൻ പുറത്തേക്ക് എടുത്തു. ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ പുഡിങ്ങിൻ്റെ ടെക്സ്ചറിലായി കിട്ടും. പക്ഷേ ഞാൻ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇപ്പോൾ നല്ല നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഉള്ളത്. ഇത് പേര് കേൾക്കുമ്പോൾ കസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് പുഡിങ്ങാന്നായിരിക്കും വിചാരിക്കുക. പക്ഷേ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ അല്ല കേട്ടോ, ഇത് ക്രീമിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ സ്പൂണിൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത്ര ഉറച്ചിട്ടില്ല അത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചതുരത്തിലുള്ളൊരു മോൾഡിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് സ്ക്വയറിലൊക്കെ അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനൊക്കെ അത് നല്ല എളുപ്പമായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. ഇടയിൽ ബിസ്ക്കറ്റൊക്കെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.